ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. യുഗാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രത്യക്ഷതയാണ് പുനരാഗമനത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ആത്മീയമായും ആക്ഷരികമായും യേശു വരാറുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് കൽപ്പിച്ച കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനമല്ല. പുനരാഗമനത്തിൽ 3 പ്രധാനപ്പെട്ട ശബ്ദം മുഴങ്ങും. 1 തെസ്സലോനിക്കർ 4 അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോ പറയുന്നു, ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ 3 പ്രധാനപ്പെട്ട ഗാംഭീര്യ ശബ്ദം മുഴങ്ങുമെന്ന് വിവരിക്കുകയാണ്. ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഇതൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സംഭവിക്കാത്തതുകൊണ്ട് ദൈവവിശ്വാസികൾക്ക് പോലും യേശുക്രിസ്തു വീണ്ടും വരുമോ എന്ന സംശയത്തിലാണ്. പലരുടെയും ചിന്ത 2025 ആയല്ലോ, ഇനി യേശു വരുന്നത് വെറുതെയാണെന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. ഗംഭീരനാദം യേശുക്രിസ്തുവിൻ്റെ അജ്ഞാത ശബ്ദമായിരിക്കും ഗംഭീരനാദത്തിൽ മുഴങ്ങുന്നത്. യേശു ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ മരിച്ച പലരെയും ഉയർപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ ആയിരുന്നപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. നയിൻ ദേശത്ത് വിധവയായ സ്ത്രീയുടെ മകൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ വച്ച് യേശു ശവമഞ്ചത്തിൽ തൊട്ടു. ഹല്ലേലൂയ. മരിച്ചവൻ ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നു. ഹല്ലേലൂയ. യെരുശലേമിന് അടുത്തുള്ള ബെഥന്യായിൽ ലാസർ എന്ന ചെറുപ്പക്കാരൻ മരിച്ചു. മരിച്ചവനോട് ജീവൻ പ്രാപിച്ച് മടങ്ങി വരുവാൻ യേശു കൽപ്പിച്ചു. മാർത്തയും മറിയയും ഈ രംഗം കണ്ട് സ്തംഭിച്ച് നിന്നുപോയി. ഹല്ലേലൂയ. അതായത് മരിച്ച് വീട്ടിൽ കിടന്നാലും അടക്കുവാൻ കൊണ്ടുപോകുമ്പോഴും കല്ലറയിൽ അടക്കി കഴിഞ്ഞാലും യേശു വന്നാൽ ഉയർപ്പു നടക്കും. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം അതിൻ്റെ 25 വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. 5 അധ്യായത്തിൻ്റെ 28 ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. ഹല്ലേലൂയ. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. മരിച്ചു കിടക്കുന്നവർ ഗംഭീരനാദം മുഴങ്ങുന്നത് കേൾക്കും.
ഹല്ലേലൂയ. പ്രധാന ദൂതന്റെ ശബ്ദം. ഹല്ലേലൂയ. എന്തിനാണ് പ്രധാന ദൂതന്റെ ശബ്ദം? ഹല്ലേലൂയ. യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ, എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. മോശ മിസ്രൈമിൽ വെച്ച് ഒരാളെ അടിച്ചു കൊന്നതിനാൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ കൊലപാതകനായ അവൻ്റെ ശരീരം പിശാചിന് അവകാശപ്പെട്ടതാണെന്ന് ഹല്ലേലൂയ മിഖായേൽ ദൂതനോട് വാദിച്ചപ്പോൾ മറുപടിയൊന്നും പറയാതെ കർത്താവ് നിന്നെ ശാസിക്കട്ടെ, ശിക്ഷിക്കട്ടെ, ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ മിഖായേൽ ദൂതൻ യുദ്ധപരമായ കാര്യങ്ങൾ വഹിക്കുന്ന ദൂതനാണ്. യുദ്ധം സാത്താനോടും അവൻ്റെ സൈന്യത്തോടും. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിനകത്ത് നുഴഞ്ഞു കയറിയ ഭീകര സാത്താന്മാർ വാഗ്ദത്ത നാടിനെയും ജനത്തെയും നശിപ്പിക്കുവാൻ ഇറങ്ങി. ഹല്ലേലൂയ. ഈ സംഭവത്തെ ലോകം മുഴുവനും അപലപിച്ചു. ഇന്ത്യക്കകത്തും സാത്താൻ ശക്തി അഴിച്ചുവിട്ടു. സാത്താനായി തീർന്ന ദൂതന്മാർ, ദൈവത്തിന് കോടിക്കണക്കിന് ദൂതന്മാരുണ്ട്, ലക്ഷക്കണക്കിന് സാത്താനും ഉണ്ട്. അത് ദൈവത്തിൻ്റെതല്ല. ഹല്ലേലൂയ. ദൈവത്തെ എതിർത്ത് സാത്താനായി തീർന്ന ദൂതന്മാർ ഈ ഭീകര സാത്താന്മാരുടെ പ്രവർത്തനങ്ങളെ തടയുവാൻ പ്രവർത്തിക്കുന്ന സൈന്യത്തിൻ്റെ തലവനാണ് മിഖായേൽ. ഗബ്രിയേൽ ദൂതൻ ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കുന്നവരുടെ പ്രധാനിയാണ്. ഹല്ലേലൂയ. സാത്താന് ഗബ്രിയേലിനെ ഭയം ഇല്ല. എന്നാൽ മിഖായേലിനെ സാത്താന് ഭയമാണ്. വിശുദ്ധ ബൈബിളിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ഭാവികാലത്ത് സംഭവിക്കുവാനുള്ള ദാനിയേലിൻ്റെ ദർശനം തന്നെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വച്ചും കണ്ടത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യങ്ങളിൽ പ്രത്യേക ചുമതലപ്പെട്ട ദൈവദൂതനാണ് മിഖായേൽ. ദൈവദൂതൻ്റെ സംരക്ഷണം ഇപ്പോഴും ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിനെ സംരക്ഷിച്ചു വരുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പട വെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പട വെട്ടി ജയിച്ചില്ലതാനും. ഹല്ലേലൂയ. ഇവിടെ സ്വർഗമെന്ന് പറഞ്ഞിരിക്കുന്നത് ആകാശത്തെയാണ്. യേശുവിൻ്റെ പുനരാഗമനത്തെ തടയുക, സഭയാം കാന്തയെ തടയുക, ഇങ്ങനെ ഈ കല്യാണത്തെ അലങ്കോലപ്പെടുത്തുക. ഇതാണ് അരുണോദയപുത്രനായ ശുക്രൻ ലൂസിഫറിൻ്റെയും സൈന്യത്തിൻ്റെയും ലക്ഷ്യം. യേശു ഭൂമിയിൽ വീണ്ടും വരരുത്, അതിനെ തടുക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ ലക്ഷ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ വീണ്ടും വരരുത് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ അരുണോദയ പുത്രനായ
ശുക്രനായ ലൂസിഫറിൻ്റെയും സാത്താൻ സൈന്യത്തിൻ്റെയും പ്രധാന ലക്ഷ്യം ചില മനുഷ്യ പിശാചുക്കൾ ഹല്ലേലൂയ ചിന്തിക്കുകയാണ് യേശു വരുതെന്ന്. അത് കള്ളപ്രവാചകന്മാരാണ്, എതിർപ്രാർത്ഥനക്കാരന്മാരാണ്, സാത്താന്റെ പള്ളിക്കാരന്മാരാണ്. ഹല്ലേലൂയ. ജനത്തെ കബളിപ്പിച്ച് പണം തട്ടുന്ന ദുഷ്ടശക്തികളാണ്. യേശുവിൻ്റെ പേരും പറഞ്ഞ് ഹല്ലേലൂയ സാത്താനെ കൂട്ടുപിടിച്ച് ഹല്ലേലൂയ ദുരാത്മാക്കളെ അയച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ മടക്കി വരുത്തി ഹല്ലേലൂയ പ്രശ്നങ്ങൾ തീർത്തു തരാമെന്ന് പണം കൈക്കലാക്കുന്ന ദുഷ്ടശക്തികൾ ഈ ഭൂമിയിൽ ഇപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹല്ലേലൂയ യേശുവിൻ്റെ പുനരാഗമനം അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് യേശു ഇനി വരണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ഇവിടെ യേശു ഭൂമിയിൽ വരുന്നത് തടയണം. ആകാശമേഘങ്ങളിലൂടെ യേശുവും മിഖായേൽ ദൂതനും ഒരുമിച്ച് വരുമ്പോൾ ഹല്ലേലൂയ ഈ ലൂസിഫറും സൈന്യവും ഹല്ലേലൂയ ചുറ്റും കടന്നു നിന്ന് ഹല്ലേലൂയ തടയുവാൻ ശ്രമിക്കുമ്പോൾ മിഖായേൽ ദൂതൻ ഹല്ലേലൂയ ആ മിഖായേൽ ദൂതനെ കണ്ട് ഹല്ലേലൂയ പേടിച്ച് വഴിമാറും. ഹല്ലേലൂയ മിഖായേൽ ദൂതനെ കണ്ട് പേടിച്ച് ഈ സാത്താനും സൈന്യവും വഴിമാറിക്കൊടുക്കും. യേശു വീണ്ടും ഭൂമിയിൽ വരുവാൻ. മിഖായേൽ ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ ലൂസിഫറും സൈന്യവും ഭയന്ന് വിറച്ച് വഴിമാറിക്കൊടുക്കും. ഹല്ലേലൂയ. മിഖായേൽ ദൂതനെ സാത്താന് ഭയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും ദൈവസന്നിധിയിൽ പ്രവേശനം ഇല്ലാത്ത വിധം മഹാസർപ്പത്തെ മിഖായേൽ ദൂതൻ തോൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാഹളം. പുനരാഗമനത്തിൽ ദൈവദൂതന്മാർ കാഹളം ഊതിക്കൊണ്ടേയിരിക്കും. യഹോവയായ ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹള ധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനം ഒക്കെയും നടുങ്ങി. ഹല്ലേലൂയ. യേശുവിൻ്റെ ഗംഭീരനാദത്തിങ്കൽ മരിച്ചവർ ഉയർക്കുന്നു. ഹല്ലേലൂയ. ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. പ്രധാന ദൂതന്റെ ശബ്ദത്തിൽ ഹല്ലേലൂയ സാത്താന്യ സേവകൾ വഴിമാറുന്നു. മഹാസർപ്പവും പഴയ പാമ്പ് പിശാച് സാത്താൻ ദൈവമക്കളെ കുറ്റം ചുമത്തുന്ന അപവാദിയെ ദൈവകുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ആ രക്തത്താൽ ഹല്ലേലൂയ അവൻ്റെ തലയെ തകർത്ത് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റവനാണ് യേശു. അവൻ്റെ വരവിങ്കലും ഹല്ലേലൂയ ഈ മഹാ ദുഷ്ടപിശാചുക്കളെ അവൻ യേശു നശിപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ സ്വർഗവാസികളായ നമ്മൾ ആനന്ദിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.